കൈ കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ഈ സീറ്റിന് തെന്നി പോണ ഫീല്. ഇത് XSRന്റെ എല്ലാ കളറും നമ്മൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റിയർ ഫെൻഡർ നമുക്കിവിടെ പെയിൻറ്റഡ് ആയിരിക്കും. അപ്പോൾ ഗായ്സ് ഞാൻ ജസ്റ്റ് MTയുടെ വിലയും കൂടി ചോദിച്ചായിരുന്നു. ഹലോ യൂട്യൂബ്, വെൽക്കം ടു വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിരിക്കുന്ന വണ്ടി ഏതാണെന്ന് നോക്കിയേ, അറ്റ്ലാസ്. നമുക്ക് യമഹയുടെ XSR 155 കിട്ടി. 2021 തൊട്ടെന്തോ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുകയായിരുന്നു. ഇന്ന് ലോഞ്ച് ചെയ്യും, നാളെ ലോഞ്ച് ചെയ്യും, ഇപ്പോൾ ലോഞ്ച് ചെയ്യും. ബട്ട് ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് 3 years. അറ്റ്ലാസ് നമ്മുടെ ഇന്ത്യയിലേക്ക് XSR 155 വന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയട്ടെ, ബിഗ് താങ്ക്സ് ടു പെരിങ്ങാട് മോട്ടോഴ്സ് മരട്. അവരാണ് നമുക്ക് ഈ വണ്ടി അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിരിക്കുന്നത് ഒരു ഗ്രേ മെറ്റാലിക് എന്നുള്ള ഷെയ്ഡിലുള്ള ഒരു കളറാണ്. ഇത് കൂടാണ്ട് തന്നെ ഒരു 3 അഡീഷണൽ കളേഴ്സുകളുണ്ട്. ഒരു വിവിഡ് റെഡ്, ഒരു ഗ്രേയിഷ് ഗ്രീൻ ആൻഡ് ഒരു ബ്ലൂ കളർ കൂടി വരുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആ ഒരു ബ്ലൂ കളറാണ് കേട്ടോ. നമുക്ക് ആ ബ്ലൂവിൽ മാത്രമേ ഒരു ഗോൾഡൻ അപ്സൈഡ് ഓൺ ഫോർക്ക് വരുന്നുള്ളൂ. പറഞ്ഞ 4 കളറിലും കോസ്റ്റ് എക്സ്ട്രാ ഒന്നും വരുന്നില്ല. എല്ലാം ഒരേ പ്രൈസ് ആണ്. ഇങ്ങനെ ഡിലക്സോ അങ്ങനെ പ്രോയോ അങ്ങനെ മോഡൽസ് ഒന്നുമില്ല. എല്ലാം ഒരേ പ്രൈസിൽ വരുന്നതാണ്. ഇപ്പോൾ ഇൻട്രൊഡക്ടറി പ്രൈസ് 1.5 lakh ആണ്. നമുക്കിപ്പോൾ ഓൺ റോഡ് കൊച്ചിയിൽ വരുന്നത് 1,97,000 ആണ്. ഡോഗേഷ് ഇവിടെ പെരിങ്ങാട്ടിൽ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഡോഗേഷിൻ്റെ പൂരമുള്ളവിടെ. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്കറിയാം നിങ്ങളെല്ലാവരും നോക്കിയിരിക്കുന്നത് വണ്ടി കാണാൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വണ്ടി കാണാൻ കുഴപ്പമില്ല, ഫോട്ടോ കാണുന്ന പോലെയാണ്. യെസ്, ഐ നോ ദാറ്റ് സൗണ്ട്സ് വിയർഡ്. ശരിക്കും നമ്മൾ ചില വണ്ടികൾ ഫോട്ടോ കാണുന്നതിൽ ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും പേഴ്സൺ കാണാൻ. ചില വണ്ടികൾ ഓപ്പോസിറ്റ് ആയിരിക്കും, ഫോട്ടോ കാണുന്നതിൽ നല്ല ഭംഗി ഉണ്ടാവും നേരിട്ട് കാണാൻ. ഇത് അങ്ങനെയല്ല. നിങ്ങൾ ഫോട്ടോയിൽ എങ്ങനെയാണ് കാണുന്നത് അത് തന്നെയാണ് വണ്ടി നേരിട്ട് കാണാനും. ഒരുപാട് പാർട്സോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി വളരെ മിനിമലാണ്. ഇതിന് ആകെ ഒരു പാനൽ എന്ന് പറയാനുള്ളത് ഒരു ടാങ്കും ഒരു പീസും മാത്രമേ ഉള്ളൂ. ബാക്കി വണ്ടി ഭയങ്കര മിനിമലാണ്. വേറെ എക്സ്ട്രാ ഫെയറിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. നമുക്ക് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഇത് ഹൈ ബീം, ഇത് ലോ ബീം ആണ്. അതുകൂടാതെ തന്നെ ഈ ഒരു ഫിനിഷൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഐ തിങ്ക് ദീസ് ആർ അലുമിനിയം ബ്രാക്കറ്റൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നമ്മുടെ ആ ട്രയംഫിൻ്റെ ഒക്കെ സ്പീഡ് 400 അല്ലേ, അതിൻ്റെയൊക്കെ പോലെ തോന്നിക്കുന്ന നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ ഒരു ബാക്ക് പീസും പെയിന്റഡ് ആണ്. പിന്നെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 37mm ഒരു അപ്സൈഡ് ഓൺ ഫോർക്ക് വരുന്നുണ്ട്. ട്രാവൽ എത്രയെന്നുള്ളത് ഞാൻ സൈഡിൽ ഇട്ടേക്കാം. ഇത് ആ MT R15 അതിൻ്റെ എക്സാക്ട് സെയിം ആണ്. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ബേസിക്കലി MT15 വിത്ത് നമ്മുടെ R15ൻ്റെ റിയർ സ്ലോട്ട്. അത്രേ ഉള്ളൂ. ആ ഒറ്റ കാര്യത്തിൽ പറഞ്ഞു നോക്കുകയാണെങ്കിൽ വീഡിയോ നിർത്താം. ബാക്കി അണ്ടർ പിന്നിങ്സ് ആയാലും സ്വിംഗാം ആയാലും വീൽ ബേസ് ആയാലും എല്ലാം സെയിം ആണ്. ഷാസ് സെയിം ആണ്. എവറിത്തിങ് ഇറ്റ്സ് സെയിം. ഈ ഒരു എക്സോസിൻ്റെ ഒരു കവർ അവർ മാറ്റിയിട്ടുണ്ട്. ചെറിയൊരു എന്താ പറയുക, ഒരു ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു റെട്രോ ഡിസൈനിലേക്ക് ചേർന്ന് പോകാനായിട്ട് ഒരു ഹോളും കാലിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാറ്റി കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി R15 MT15 തന്നെയാണ്. കുറച്ചും കൂടെ റിലേറ്റഡ് ഐ തിങ്ക് MT15 ആണ്. കാരണം പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ MT15 വളരെ ക്ലോസർ ആണ്. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ 282mm ഡിസ്ക് കാണാം. നമ്മുടെ FC R15 MT അതിലൊക്കെ കണ്ടുവരുന്ന സെയിം അലോയ് സെയിം ഡിസ്ക്. ഞാൻ പറഞ്ഞല്ലോ, അത് ബേസിക്കലി MT15 വിത്ത് എ ഡിഫറൻറ്റ് സ്കിൻ. നമുക്കൊരു 282mm ഡിസ്ക് ഉണ്ട്. ബൈബ്രീൻ്റെ ബ്രേക്സ് ആണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. നമുക്ക് ഡ്യുവൽ ചെൽ ABS ആണ്. ABS ഓഫ് ചെയ്യാൻ പറ്റില്ല. ഈ വണ്ടിക്ക് അഡീഷണലി നമുക്ക് ട്രാക്ഷൻ കൺട്രോളും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഒരു 100 സെക്ഷൻ ടയറാണ്. MRFൻ്റെ നൈലോ ഗ്രിപ്പാണ്. നമ്മുടെ R15 MTയിൽ കണ്ടുവന്ന എക്സാക്ട് സെയിം ടയറാണ്. നമുക്കിതിൽ ബ്ലോക്ക് പാറ്റേൺ ടയേഴ്സോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. സോ അത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട്. വൺ പ്രോപ്പർ ഒരു നിയോ അല്ലെങ്കിൽ ഒരു കഫേ റൈസർ വണ്ടിയൊന്നും അല്ല. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു എഞ്ചിൻ, ആ ഒരു പ്രൂവൺ ആയിട്ടുള്ള 155cc ലിക്വിഡ് കൂൾഡ് 4 വാൽവ് എഞ്ചിൻ. അറൗണ്ട് 18 PS ആണ്. നമുക്ക് പവർ ഇരിക്കുന്നത് ടോപ്പ് RPM അറൗണ്ട് 10,000 RPM അതിൻ്റെ പവർ ഇരിക്കുന്നത്. സോ യു ഹാവ് ടു റിംഗ് ഇറ്റ് ശരിക്കും വലിപ്പിച്ചെടുക്കണം. വണ്ടിക്ക് VVA ഉണ്ട്. എന്താണ് VVA എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റൈലിൽ ഒരു വീഡിയോയിൽ നല്ല ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു മാരത്തൺ ഓടാണെന്ന് വിചാരിക്കുക. സോ മാരത്തൻ്റെ ഒരു 75% നിങ്ങൾ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു ലങ്സ് വന്ന് എങ്ങനെ ഉണ്ടാവും ടു ബ്രീത്ത്. ഒരു അഡ്വാൻറ്റേജ് അല്ലേ. നിങ്ങൾ കൂടുതൽ പെർഫോം ചെയ്യില്ല, ബട്ട് ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ 75% എങ്ങനെ ഓടിയോ അത് തന്നെ ബാക്കി 25% തീർക്കാൻ പറ്റില്ലേ. അതാണ് VVA. അല്ലാണ്ട് VVA വന്നുകൊണ്ട് വേറെ പവറോ കാര്യങ്ങളൊന്നും കൂടില്ല. ആ ഉള്ള ടോർക്കും ഉള്ള പവറും കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദ RPM കോൺസ്റ്റന്റ് ആയിട്ട് തന്നുകൊണ്ടിരിക്കും. ഒട്ടുമിക്ക എല്ലാ വണ്ടികളും, അതായത് നോൺ VVA ആയിട്ടുള്ള വണ്ടികൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 7000 അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ RPM ഉണ്ടല്ലോ പവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് പുക പോയി അല്ലെങ്കിൽ കാര്യം തീർന്നു, സ്റ്റീം തീർന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഡ്രോപ്പ് ചെയ്യും. ഇതങ്ങനെയല്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് അതാണ് VVAയുടെ ഒരു ഗുണം. ഇത് കുറച്ചും കൂടി ടെക്നിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, ബട്ട് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഗെയിമേറ്റഡ് 6-speed ഗിയർ ബോക്സ് ആണ് വിത്ത് സ്ലിപ്പർ ക്ലച്ച് ആൻഡ് അസിസ്റ്റ്. സ്ലിപ്പർ ക്ലച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിയർ വീൽ ലോക്കിങ്ങോ ഹോപ്പിങ്ങോ ഒന്നും ആവില്ല. അസിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ ക്ലച്ച് പുള്ള് നോക്കി എൻ്റെ മോന് ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ പറയണം, ഭയങ്കര ലൈറ്റാണ് എൻ്റെ ഒരു സ്ലിപ്പർ ക്ലച്ച് എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല. നമ്മുടെ MT ഒക്കെ അല്ലേ അതുപോലെ തന്നെയുണ്ട്. ഐ മീൻ MT തന്നെയാണല്ലോ. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞു MT R15 കണ്ടെന്നുള്ള എക്സാക്ട് സെയിം സിംഗാമാണ്. പിന്നെ ബാക്കിൽ ഒരു 220mm ഡിസ്ക് ഉണ്ട്. അഗൈൻ വൈബ്രയുടെ ബ്രേക്സ് ആണ്. ഞാൻ പറഞ്ഞു ട്രാക്ഷൻ കൺട്രോൾ പറഞ്ഞു. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 17-inch അലോയ്സ് ആൻഡ് 140 സെക്ഷൻ ടയർ. MTയിൽ കണ്ടുവന്ന എക്സാക്ട്ലി സെയിം. റേഡിയേറ്റ് ടയറൊന്നുമല്ല, നോൺ റേഡിയേറ്റ് ടയറാണ്. MRFൻ്റെ REVS S എന്ന് പറഞ്ഞിട്ടുള്ള ടയറാണ്. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഗ്രാബറിലോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ആ ഒരു
CB350 RS ഇല്ലേ, അതിന് അറ്റ്ലീസ്റ്റ് ഇവിടെയെങ്കിലും ഗ്രാബിൾ ഉണ്ടായിരുന്നു. ഇതിന് അതുപോലും ഇല്ല. ആക്ച്വലി ഈ വണ്ടി ഗ്രാബിൾ വരുന്നുണ്ട്, അത് ആക്സസറി ആണ്. യെസ്, യു ഹാവ് ടു പേ എക്സ്ട്രാ ഫോർ ദി ഗ്രാബിൾ. പിന്നെ അത് കൂടാണ്ട് ഈ വണ്ടിക്ക് കഫേ റേസർ, സ്ക്രാംബ്ലർ അങ്ങനെ കുറച്ച് കിറ്റും കൂടി വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ ലുക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രാംബ്ലർ ആക്കാം, നിങ്ങൾക്ക് കഫേ റേസർ ആക്കാം. ഡോഗേഷ്. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ വളരെ ഷോർട്ട് ആൻഡ് സ്ലിം ആയിട്ടുള്ള ഒരു ടൈലൻ്റ് ആണ് കേട്ടോ. ഒരുപാട് എക്സോട്ടിക് ആയിട്ടുള്ള ടൈലൻ്റ് ഞാൻ പറയില്ല, ഭയങ്കര മിനിമലാണ്. നമുക്കിവിടെ LED ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഈ വണ്ടിക്ക് സ്റ്റോക്ക് LED ആണ് വരുന്നത്. പിന്നെ ഒരു ടൈൽ ലൈറ്റിംഗ് കാണാൻ നല്ല രസമുണ്ട്, കാണാനായിട്ട് ഇങ്ങനെ പൊങ്കിരി കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഒരു പ്ലാസ്റ്റിക് ഫെൻഡറും കാണാം. പിന്നെ ചെളി അധികം തെറിക്കാതിരിക്കാനായിട്ട് എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് ശരിക്കും വണ്ടിയുടെ ഒരു ലുക്ക് നന്നായിട്ട് റൂയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു സാരി കാർഡ് കാണാനായിട്ട് പറ്റും. ഒരുപാട് സീറ്റ് ആയിട്ടില്ല, നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഞാൻ കുനിഞ്ഞാണ് പിടിക്കുന്നത്, നിങ്ങൾക്ക് ഈസിലി ഇങ്ങനെ ഇരിക്കാനായിട്ട് പറ്റും. ദ ഓൺലി പ്രോബ്ലം ഈസ് നമുക്കിവിടെ ഗ്രാബറിൽ വരുന്നില്ല. 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ സ്ലിക്കായിട്ടുള്ള ഗിയർ ബോക്സ് ആണ്, നമ്മുടെ MT R15 ഓടിച്ചവർക്ക് അറിയാം. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ നോക്കിയാൽ മനസ്സിലാവും. റിയർ ഷോക്ക് ഈസ് ആക്ച്വലി ലിങ്കേജ് ടൈപ്പ് ആണ്. സോ നിങ്ങൾ ഈ സോഫ്റ്റ് പമ്പൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡാമ്പ് ചെയ്യും. ബട്ട് കുറച്ചും കൂടി ഹാർഡ് ആണെങ്കിൽ അത് സ്റ്റിഫ് ആവും. ഈ വണ്ടിക്ക് ഞാൻ പറഞ്ഞു അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. നമുക്ക് മൊബൈൽ ആപ്പായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ ചാർജ്, കോളലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. നമുക്ക് വണ്ടിക്ക് USB ചാർജർ ഇല്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഐ തിങ്ക് MTക്കും R15 ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ USB ചാർജർ അങ്ങനെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. മെയിൻ വിഷയം വണ്ടിയുടെ സീറ്റ് തന്നെയാണ്. ഞാൻ ഗ്ലൗ ഊരിയത് അതിന് തന്നെയാണ്. നിങ്ങൾ ഗ്ലൗ വെച്ചൊന്ന് റെഫർ ചെയ്ത് നോക്കാം. സീറ്റ് ഇതേ ഇത്രേ ഉള്ളൂ. കുട്ടി സീറ്റാണ്. സീറ്റിൻ്റെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് സ്റ്റിഫർ സൈഡാണ്. എനിക്ക് മെറ്റീരിയൽ അത്ര കണ്ട് ഇഷ്ടമായില്ല. റിപ്പ് ടൈപ്പ് മെറ്റീരിയൽ ഇതാണ് പാറ്റേൺ അവർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ടിപ്പിക്കൽ സ്ക്രാംബ്ലറിൻ്റെ പോലെ ഒരു റിപ്പ് ടൈപ്പാണ്. ബട്ട് പക്ഷേ ഒരു ഫേമസ് സൈഡാണ്. നമ്മൾ കയറിയിരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒട്ടിക്കത്തെ സീറ്റ് ആയിട്ടൊന്നുമില്ല. 810 mm ഉള്ളൂ. ഇത് സെക്ഷനൊക്കെ ഭയങ്കര നാരോ ആണ്. എനിക്ക് ആക്ച്വലി ഈ വണ്ടി കുറച്ച് ചെറുതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. MT ആക്ച്വലി ഇത്ര ഉള്ളൂ, എൻ്റെ കുഞ്ഞ് ടാങ്കാണ്. ഇത് ആക്ച്വലി കുറച്ചും കൂടി ഒരു ലെങ്ത് കൂടിയ ടാങ്ക് ആയതുകൊണ്ട് കുറച്ചും കൂടി ഒരു നീട്ടം അങ്ങോട്ട് തോന്നുന്നുണ്ട്. അത് മാറ്റി കഴിഞ്ഞാൽ വണ്ടി ഭയങ്കര നാരോ ആണ്. ഓക്കെ. ഇവിടെ XSR എന്നുള്ള സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഇത് ടാങ്കൊന്നും മെറ്റലല്ല, ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ്. ഇതിലാകെ മെറ്റൽ എന്ന് പറയുന്നത് ടാങ്കിലിട്ട് മാത്രമേ ഉള്ളൂ. ക്വാളിറ്റിയൊക്കെ ഒക്കേഷനേ പറയുള്ളൂ. റീസെൻ്റ് MT15 ആ ഒരു ലെവൽ ക്വാളിറ്റി എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ടാങ്ക് പറയണം, നമുക്ക് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഡീസൻറ്റ് പവറും ഇതിൻ്റെ ഒരു മൈലേജും തന്നെയാണ്. ഏകദേശം നമുക്ക് 40 to 50 ഇടയ്ക്കാണ് ഇപ്പോൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ചിലർ പറയുന്നുണ്ട് 45 മേലെ കിട്ടുന്നില്ല പറയുന്നുണ്ട്. അത് ഈ നോർത്തിൻ്റെ യൂട്യൂബേഴ്സ് വണ്ടി ഇട്ട് നശിപ്പിച്ച് റിങ് ചെയ്ത് പിടിച്ചിട്ടാണ്. ആക്ച്വലി പ്രോപ്പറായിട്ടൊക്കെ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് ആക്ച്വലി ഒരു 50+ ഈസിലി അറ്റൻഡ് ചെയ്യാൻ പറ്റും. ടോപ്പ് സ്പീഡ് ആക്ച്വലി കുറവായിരിക്കും, കാരണം ഈ വണ്ടിക്ക് ഒട്ടും വെയിറ്റ് ഇല്ല. ഇത് കണ്ടോ 137 കിലോ ഉള്ളൂ. അതായത് MT-നേലും 4 കിലോ കുറവാണ് ഈ വണ്ടി. എന്നാലോചിച്ച് ഹൈവേ സ്റ്റെബിലിറ്റി ക്വസ്റ്റ്യനബിൾ ആണ്. ബട്ട് സിറ്റിയിലൊക്കെ ഓടിച്ചൊക്കെ കാണാൻ നല്ല രസമാണ്. ഞാനിപ്പോൾ ഓടിച്ചിട്ടാണ് ഇവിടെ വന്നത്. നല്ല രസമാണ് ഓടിക്കാനായിട്ട്. നല്ല ഒരു ക്ലച്ചും നല്ല ഹാൻഡ്ലിങ്ങും മൊത്തത്തിൽ നല്ല രസമുണ്ട്. റിയർ സ്പ്രോക്കറ്റ് ഒന്ന് വലുതാക്കിയാൽ കുറച്ചും കൂടി ബെറ്റർ ആവും. ഇപ്പോൾ 48 കിടക്കുന്നത്, നിങ്ങൾ MT-യുടെ 52 ഇട്ടാണല്ലോ. വണ്ടി സെറ്റാണ്. സ്വിച്ച് ഗിയർ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഹൈ ബീം, ലോ ബീം, പാസ് ഇൻഡിക്കേറ്റർ ആണ്. ഹോൺ ഇൻഡിക്കേറ്റർ തരതിരിച്ചാണ്, മുകളിൽ ഹോണും താഴെ ഇൻഡിക്കേറ്റർ വരുന്നത്. പിന്നെ ഇൻറ്റഗ്രേറ്റഡ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ആണ്. ആൻഡ് വി ഗോട്ട് കോഷൻ ലാമ്പ് ഹിയർ. ഓക്കെ. പിന്നെ ഇത് പറയണം, കീ ഇൻസൈഡ് വരുന്നത് നടുക്കാണ്, ടിപ്പിക്കൽ യമഹ കീ. ആൻഡ് ഇതാണ് ഒരു LCD കൺസോള്. കുറച്ച് പാടാണ് റീഡ് ഔട്ട് ചെയ്യാനായിട്ട് ഇവിടെ കാണിക്കുന്ന ഇൻഫർമേഷനൊക്കെ. ബട്ട് കുഴപ്പമില്ല, ഇവരെല്ലാം അത്രേ ഉള്ളൂ. വളരെ ചെറിയൊരു കുട്ടി കൺസോളാണ്. നമ്മൾ ഇവിടെയാണ് ടോഗിൾ ചെയ്യുന്നത്, ലെഫ്റ്റിലും റൈറ്റിലും. ഞാൻ പറഞ്ഞു USB ചാർജറൊന്നുമില്ല. നമ്മൾ ടോഗിൾ ചെയ്യുകയാണെങ്കിൽ ട്രിപ്പ് 1 ഓഡോ ട്രാക്ഷൻ കൺട്രോൾ ഓണാന്ന് പറയുന്നുണ്ട്. ആവറേജ് ഫ്യൂൽ എക്കോണമി, ആവറേജ് സ്പീഡ്, ആവറേജ് ഫ്യൂൽ എക്കോണമി പെർ 100 kilometers ആൻഡ് ടൈം. ട്രിപ്പ് F. ദാറ്റ്സ് ഇറ്റ്. അഡാർ ഇൻഫർമേഷൻ ഒന്നും കാണിക്കുന്നില്ല. നമുക്കിവിടെ ഒരു ഫ്യൂവൽ ലെവൽ ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. RPM ഇങ്ങനെ 0 to അറൗണ്ട് 11,000 RPM വരെ കാണിക്കുന്നുണ്ട്. ഈ വണ്ടി 11,500 വരെ റിവ്യൂ. ഐ തിങ്ക് 2 ലക്ഷം രൂപ താഴെയുള്ള വണ്ടിയിൽ ഏറ്റവും കൂടുതൽ റെബ് റേഞ്ചുള്ളൊരു വണ്ടി ഇത് തന്നെയാണ്. 11,500 വരെ റിവ്യൂ. ആദ്യം എനിക്ക് തോന്നുന്നു ബജാജ് എന്താണ്ട് വരുന്നത്, അവരത് ലിമിറ്റ് ചെയ്തു. അതിൻ്റെയൊക്കെ ടോപ്പ് സ്പീഡ് പറയാൻ കാര്യമാണ്. ഇത് മാത്രമാണ് ഇപ്പോൾ നിലവിൽ 11,000 വരെ റിവ്യൂ. അപ്പോൾ ഇതായിരുന്നു മൊത്തത്തിൽ XSR 155ൻ്റെ ഒരു ഓവറോൾ വാക്ക് അറൗണ്ട് എന്ന് പറയുന്നത്. കൊള്ളാം കേട്ടോ, നല്ലൊരു ക്യൂട്ട് ലുക്കിംഗ് ബൈക്ക് എന്ന് വേണം പറയാനായിട്ട്. ഐ ഡോണ്ട് നോ, എനിക്ക് ഈ കളർ അങ്ങനെ അത്ര അങ്ങോട്ട് പിടിച്ചില്ല. ഒരു നോട്ട് സോ അട്രാക്റ്റീവ്. ഈ കളർ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ബ്ലാക്ക് പാനൽസ് ഒരുപാട് എക്സ്പോസ് ചെയ്തിരിക്കുന്ന തോന്നുന്നുണ്ട്. ഇതൊക്കെ നോക്കി ഭയങ്കര എക്സ്പോസ്ഡ് ആണ്. സോ മെനി വയേഴ്സ്, ഒരുപാട് വയേഴ്സാണ്. ഇത് നോക്കി, ഇവിടെ വയേഴ്സ്, ഇവിടെ വയേഴ്സ്, ഇതിൻ്റെ അടിയിൽ വയേഴ്സ്, ഇവിടെ വയേഴ്സ്, ഇവിടുത്തെ ഫിറ്റിങ്സ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഐ വിഷ് ഒരു എക്സ്ട്രാ ഒരു ടാങ്ക് എക്സ്റ്റൻഷനോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഈ ഒരു പീസ് ഹൈഡ് ചെയ്തായിരുന്നെങ്കിൽ കുറച്ചൊന്നും ബെറ്റർ ആയനെ. ആ ബ്ലൂ കളർ ഇത്ര വൃത്തിയായിട്ടില്ല. ബ്ലൂ കളർ ആക്ച്വലി കാണാൻ നല്ല വൃത്തിയാണ്, നല്ല രസമുണ്ട്. കാരണം ഈ ബ്ലാക്കിലേക്ക് നോട്ട് അധികം പോകുന്നില്ല. എർഗണോമിക്സ് കുറച്ച് വ്യത്യാസമുണ്ട്. ഈ വണ്ടി കംപ്ലീറ്റ്ലി അപ്രൈറ്റ് എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ നോക്കി, ചെറിയൊരു സ്പോർട്ടിനെസ് ഉണ്ട്. അന്ന് MT-നേലും കുറച്ച് ബെറ്റർ എന്നേ പറയാനുള്ളൂ. നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഞാൻ ഒടുക്കത്തുനിന്ന് പറഞ്ഞല്ലിരിക്കുന്നത്, കുറച്ചൊരു ലീൻ ഉണ്ട് ഫ്രണ്ടിലേക്ക്.
ഗായ്സ് ഞാൻ എൻ്റെ റൈഡിങ് പൊസിഷൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓ ഒടുക്കത്ത വേല്. ഇതാണ് ഞാനും വണ്ടിയും. ഒന്ന് മാറ്റട്ടെ ഒരു സെക്കൻഡ്. സോ ഇങ്ങനെയാണ് വണ്ടിയിൽ കയറി നിന്നിട്ടുള്ള വ്യൂ. ഞാൻ പറഞ്ഞു 810 mm വണ്ടിയുടെ സീറ്റ് ആയിട്ട് വരുന്നത്. എന്നെ സംബന്ധിച്ചോളം ഫ്ലാറ്റ് ഫുട്ടാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഹൈറ്റ് 5.9 അടുത്താണ്. എൻ്റെ വെയിറ്റ് ഒരു 80 kg ഉണ്ട്, കുറഞ്ഞൊന്നറിയില്ല. സോ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു റൈഡിങ് പൊസിഷൻ. കണ്ടോ, കംപ്ലീറ്റ് ഒരു അപ്രൈറ്റ് എന്ന് ഞാൻ പറയില്ല എന്ന് പറഞ്ഞില്ലേ. അപ്രൈറ്റാണ്, ഇങ്ങനെ ഇരിക്കും. ഇത് കുറച്ചും കൂടി ഒന്ന് സ്പോട്ടിയർ ആണ്. കുറച്ച് നമ്മൾ സ്പോട്ടിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് ഹെഡ്. I don't know if you can see this. Caution lamp. Okay. Guys, ഞാൻ എൻ്റെ എക്സോസോട് ഒന്ന് ഏൽപ്പിച്ചു തരാവേ. വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മുടെ R15 MT സെയിം ആണ്. എന്നാലും കേട്ടു നോക്കാം. ലിസൺ, സെയിം നോട്ട്. പയ്യെ കേട്ട് കാണിച്ചു തരാവേ. അമേസിങ്. ഈ വണ്ടിയുടെ ഒരു പ്രശ്നതാണ്, നമ്മൾ ഈ വണ്ടിയുടെ ലുക്കൊക്കെ കാണുമ്പോൾ ആയിരിക്കും നമ്മുടെ 100 CB 350 റോണിനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെയൊക്കെ സൗണ്ട് കുറച്ചൊരു ബെറ്റർ ആണല്ലോ. അപ്പോൾ ഈ ലുക്ക് കാണുമ്പോൾ ആയിരിക്കും കൂട്ടില്ല സൗണ്ട് ആയിരിക്കും. ബട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ പോയി. ഇതൊരു മോഡേൺ ഡേ RX100 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല. കാരണം RX100 എന്ന് പറയുന്ന ഒരു പ്രത്യേക ലീഗാണ്. അത് പിടിച്ചിരിക്കാൻ കാര്യം വേറെ ഒന്നുമല്ല, അതിൻ്റെ 2 സ്ട്രോക്ക് എഞ്ചിനാണ്. സോ ഒരു 4 സ്ട്രോക്കിനും 2 സ്ട്രോക്കിനും മാച്ച് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ എത്ര ഇനിയിപ്പോൾ ഇതിന് RX100 പേരിട്ട് വിളിച്ചാൽ കൂടെ no match for the OG RX100. It's an MT15 with a different ഒരു മോഡേൺ റെട്രോ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തുള്ളൂ. ഇപ്പോഴും ശ്രദ്ധിച്ചാൽ ഈ വണ്ടിക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഇല്ല കേട്ടോ. ലിങ്ക് ടൈപ്പ് വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഒരു റൗണ്ട് ഒന്ന് ഇവിടുന്ന് അവിടം വരെ എടുക്കാൻ പറ്റുമെങ്കിൽ ബെറ്റർ ആയിരുന്നു. ഞാൻ ഓടിച്ചിട്ടാണ് ഇവിടെ വന്നത്. ബട്ട് ഷോറൂം തൊട്ടപ്പുറത്താണ്, ആ പാലത്തിൻ്റെ അപ്പുറത്താണ് ഷോറൂം. സോ ജസ്റ്റ് ഒരു ഫീൽ കിട്ടാനായിട്ട് ഈ വണ്ടിയൊക്കെ ലേഡീസിനൊക്കെ എടുക്കാം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അപ്രോച്ചാണ്. നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും പറ്റിയൊരു വണ്ടി തന്നെയാണ്. ഐ ഹാവ് സീൻ മെനി ലേഡീസ് റൈഡിങ് ദി അണ്ടർ 350. സോ അത്രയും കൂടി വെയിറ്റ് ചെയ്തില്ല. സോ കുറച്ചും കൂടി അപ്രോച്ചബിൾ ആണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ്സ് എ റൈറ്റ് വേർഡ്. ഓൾറൈറ്റ്, സി അവിടത്തെയാണോ? ഞാൻ വിചാരിച്ചു ആ വെള്ളപ്പട്ടി കടിച്ച് കീറുമെന്ന് വിചാരിച്ചേ. ആണോ? ഓ പോയിട്ട് പറ്റേ. പിന്നെ വിടക്ക് സാധനമാണ് വീട്ടിലുണ്ടോ? വട്ടിയുണ്ടോ? പോയിട്ട് പറ്റേ. പെട്ടെന്ന് തരാം. ഓ മാൻ, ഫസ്റ്റ് തന്നെ ഫീൽ പറയട്ടെ, വണ്ടിയുടെ ഒരു സീറ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് എത്ര വേണമെങ്കിലും ഇറങ്ങിയിരിക്കാം. നിങ്ങൾ കുറച്ചൊന്ന് ടൈം എടുക്കും ഈ വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷൻ ഒന്ന് കിട്ടാനായിട്ട്. കാരണം ഇവിടെ ഇരിക്കണോ ഇറങ്ങിയിരിക്കണോ എന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ടൈം എടുക്കും. മാൻ, എന്ത് ലൈറ്റാണോ വണ്ടി. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സൂപ്പർ ലൈറ്റ്. വെയിറ്റ് ഇരിക്കുന്നത് ഏറെക്കുറെ ഈ ടാങ്കിൻ്റെ താഴെയായിട്ട് നമ്മൾ ഫീൽ ചെയ്യും. ഓ മാൻ, ലുക്ക് അറ്റ് ദാറ്റ്, സീ ദാറ്റ്. പക്ഷെ എൻ്റെ മോനെ രക്ഷയില്ല. ക്ലച്ച് പറയണം, ഇറ്റ്സ് ബെറ്റർ. ക്ലച്ച് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നല്ല ലൈറ്റായിട്ടുള്ള ക്ലച്ചായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ MT15 ഒക്കെ പോലെ തന്നെ എക്സോസ് നോട്ടും സെയിം ആണ്. സെയിം എക്സോസ് നോട്ട്. സ്ലിപ്പർ ക്ലച്ച് ഇസ് വർക്കിംഗ് ബ്രില്യൻ. ബ്രേക്സ് ഭയങ്കര പ്രോഗ്രസീവ് ആണ് കേട്ടോ. ഇവൻ്റെ സീറ്റിംഗ് പൊസിഷനെ കുറച്ച് പാടാണ്. നമ്മൾ എങ്ങനെ ഇരുന്നാലും അറിയാണ്ട് ഫ്രണ്ടിലായിട്ട് ആഞ്ഞു പോവും. മാൻ, എന്തൊരു ലൈറ്റാണോ വണ്ടി. എന്താ പറയുക, ഇപ്പം തന്നെ പറയാമല്ലോ, ഇമ്മീഡിയറ്റ്ലി നല്ലൊരു ബിഗിനർ ബൈക്കായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് യൂട്ടേൺ എടുക്കുമ്പോൾ ബ്രേക്കിംഗ് വളരെ പ്രോഗ്രസീവ് ആണല്ലോ. എൻ്റെ മോനെ ബ്രേക്കിങ് പോരാ. മാൻ, സസ്പെൻഷൻ ഫ്രണ്ട് നമ്മുടെ MT15 പോലെ തന്നെ കേട്ടോ. കുറച്ചൊന്ന് സ്റ്റിഫർ സൈഡായിട്ട് തോന്നും. റിയർ ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ഹംസൊക്കെ ഇല്ലേ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. ബട്ട് അത് ഹാർഡാകുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു സ്റ്റിഫ്നെസ് പോലെ ഫീൽ ചെയ്യും. ഇപ്പോൾ റൈഡിങ് പൊസിഷൻ ഭയങ്കര വീടാണ് കേട്ടോ. മാൻ, പൊളി. കൈ കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ഈ സീറ്റിൽ നിന്ന് തെന്നിപ്പോണ ഫീല്. ദാറ്റ് VVA കിക്സ് ഇൻ ബേഷ് ഗ്രീൻ മെറ്റാലിക് എന്ന് പറഞ്ഞ കളറാണ് കേട്ടോ. ഇത് നമുക്ക് ഒരു കോപ്പർ ഗോൾഡ് അലോയ്സും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇവിടെ പെയിൻറ്റഡ് ആയിരിക്കും. വേറെ വ്യത്യാസമൊന്നുമില്ല, പെയിൻറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ.
ഇത് XSRൻ്റെ എല്ലാ കളറും നമ്മൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിലവിൽ യമഹ XSRൻ്റെ 4 കളേഴ്സ്. ബ്ലാക്ക് ഉണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിച്ചു. ഇപ്പോൾ നിലവിൽ ബ്ലാക്ക് ഇല്ല, ഈ 4 കളേഴ്സാണ്. ഫസ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്ത വണ്ടി ഈ ഒരു ഗ്രേ മെറ്റാലിക്കാണ്, വേറെ സ്റ്റിക്കറോ കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര പ്ലെയിൻ ആണ്. പിന്നെ ഈ ഒരു ബ്ലൂ കളർ ഒന്നും ഞാൻ പറഞ്ഞു എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ കളറാണ്, കാരണം ഇതിന് മാത്രമേ നമുക്ക് ഗോൾഡൻ അപ്സൈഡ് ഫോർക്ക് വരുന്നുള്ളൂ. പെയിൻറ്റഡ് ഫെൻഡേഴ്സ്, പെയിൻറ്റഡ് ഹെഡ് ലൈറ്റ് സറൗണ്ടിങ്, പിന്നെ റിയർ ഫെൻഡറും പെയിൻറ്റഡ് ആണ്. പിന്നെ അത് കൂടാണ്ട് ചെറിയ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. സോ ഇതാണ് ഒരു മെറ്റാലിക് ബ്ലൂ കളർ. പിന്നെ നമ്മുടെ ഗ്രേയിഷ് ഗ്രീൻ കളർ വരുന്നുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ ഒരു കോപ്പർ ഗോൾഡ് കളർ, നമ്മുടെ ഈ ഒരു റെയിൻ്റെ കളറിലെ റെയിൻ്റെ സ്ട്രീറ്റ് റാലി അതിൽ ഇങ്ങനെ ഒരു വീൽ കൊടുത്തിട്ടുണ്ട്. ആ എക്സാക്ട് സെയിം ആയിട്ടുള്ള ഒരു കോപ്പർ ഗോൾഡ് ഫിനിഷുള്ള ഒരു അലയാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാറ്റ് ഗ്രീൻ പെയിൻറ്റും വരുന്നുണ്ട്. പിന്നെ നമ്മളൊരു റെഡ് കളർ വരുന്നുണ്ട്. ഒരു റെഡ് ഫെൻഡർ കാണാം, റെഡ് ടാങ്ക് കാണാം. നമുക്ക് ഈ 3നും മാത്രമേ നമുക്ക് ടാങ്കിൽ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ഇത് ആക്ച്വലി വളരെ പ്ലെയിൻ സിമ്പിളാണ് കേട്ടോ. നിങ്ങൾ നോക്കിയേ, ഇവൻ ഇതുപോലും പെയിൻറ്റഡ് അല്ല. ഇതിന് നമുക്ക് മാറ്റ് ബ്ലാക്ക് ആ ഒരു പ്ലാസ്റ്റിക് തന്നെ വരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് പെയിൻറ്റഡ്. നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും. ഇതിനകത്തേക്കും ബ്ലൂ പെയിൻറ്റ് വരുന്നുണ്ട്, അതിനകത്തേക്കും ആ ഒരു ഗ്രേയിഷ് ഗ്രീൻ വരുന്നുണ്ട്. ഇതിന് നമുക്കൊരു ബ്ലാക്ക് പെയിൻറ്റഡ് വരുന്നുണ്ട് വിത്ത് ആ ഒരു റെഡ് കളർ സ്റ്റിക്കറും വരുന്നുണ്ട്. കണ്ടോ, ഇതിൻ്റെ റിയർ ഫെൻഡർ നമുക്കിവിടെ പെയിൻറ്റഡ് ആയിരിക്കും. പിന്നെ ഒരു ടാങ്ക് ബെൽറ്റ് കണ്ടോ, ഗ്ലോസ് ബ്ലാക്ക് ആയിരിക്കും വരുന്നത്. ഇതിന് ലുക്ക് ഗുഡ്, പറയണമല്ലോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതിനകത്തേക്കും ഒരു ഗ്രേയിഷ് ആയിട്ടുള്ള റിയർ ഫെൻഡർ വരുന്നത്, മാറ്റാണ്. പിന്നെ ഗ്രേയിഷ് ആയിട്ടുള്ള ടാങ്ക് ബെൽറ്റും വരുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതും കൊള്ളാൻ കാണാനായിട്ട്. ഇത് അത്യാവശ്യം നല്ല ക്ലാസി ഡിസൈൻ ആട്ടോ, ലുക്കാണ് കാണാനായിട്ട്. ഇൻ പേഴ്സൺ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഇതാണ് ഈ ഒരു ബ്ലൂ കളറിലാകുമ്പോൾ ബ്ലൂ റിയർ ഫെൻഡർ വരും, ബ്ലൂ സൈഡ് കിറ്റ് വരും. ബ്ലൂ ഇസ് അമേസിങ് മാൻ, ഒരു ഗോൾഡൻ ഫോർക്കായിട്ട്. ഗായ്സ്, ഞാൻ ജസ്റ്റ് MTയുടെ വിലയും കൂടി ചോദിച്ചായിരുന്നു. MT നമുക്ക് സ്റ്റാൻഡേർഡ് ആകുമ്പോഴത്തേക്കും 2.3, ടോപ്പ് ആകുമ്പോഴത്തേക്കും 2.15 ആ ലെവലിലേക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ആക്ച്വലി അതിനും പ്രൈസ് കുറവാണ്. ഞാൻ പറഞ്ഞ പോലെ 1.97 വരുന്നുള്ളൂ ഓൺ റോഡ്. ഇതാണ് ആ ഒരു വിവിഡ് റെഡ് എന്നുകൊണ്ടുള്ള ഷെയ്ഡ്. നമ്മൾ ആക്ച്വലി എല്ലാ കളറും കാണിച്ചു. ഞാൻ ഇതിൻ്റെ ഷോർട്സ് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഡ്രസ്സാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ.